പുറപ്പാട് 2-ാം അധ്യായം. ലേവി കുടുംബത്തിൽപ്പെട്ട ഒരാൾ ചെന്ന് ലേവിയുടെ ഒരു പുത്രിയെ സ്വീകരിച്ചു. ആ സ്ത്രീ ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിച്ചു. അവൻ കോമളനാണെന്ന് കണ്ട് അവനെ അവൾ 3 മാസം ഒളിപ്പിച്ചു. അവനെ ഇനിയും ഒളിപ്പിക്കാൻ സാധിക്കാതായപ്പോൾ അവൾ അവനായി ഒരു പപ്പീറസ് പെട്ടകമെടുത്ത് കളിമണ്ണും താറും പൂശി അതിൽ ശിശുവിനെ കിടത്തി നൈൽ തീരത്ത് ഞാങ്ങണക്കിടയിൽ വച്ചു. അവനോട് എന്തു ചെയ്യുമെന്ന് അറിയാനായി അവൻ്റെ സഹോദരി അകലെയായി നിന്നിരുന്നു. അപ്പോൾ ഫറവോയുടെ പുത്രി കുളിക്കാനായി നദിയിലിറങ്ങി. അവളുടെ ഭൃത്യകൾ നദീതീരത്ത് നടക്കുകയായിരുന്നു. അവൾ ഞാങ്ങണക്കിടയിൽ ആ പെട്ടകം കണ്ടു. തൻ്റെ ഒരു ദാസിയെ അയച്ച് അവൾ അതെടുത്തു. അവൾ അത് തുറന്നപ്പോൾ ശിശുവിനെ കണ്ടു. അതാ, കുട്ടി കരയുകയായിരുന്നു. അവൻ്റെ മേൽ അനുകമ്പ തോന്നി അവൾ പറഞ്ഞു, ഇവൻ ഹെബ്രായ ശിശുക്കളിൽപ്പെട്ടവനാണ്. അപ്പോൾ അവൻ്റെ സഹോദരി ഫറവോയുടെ പുത്രിയോട് ചോദിച്ചു, ഞാൻ പോയി നിനക്ക് വേണ്ടി ഹെബ്രായ സ്ത്രീകളിൽ നിന്ന് മുലയൂട്ടുന്ന ഒരുവളെ വിളിക്കട്ടെയോ? അവൾ നിനക്ക് വേണ്ടി ശിശുവിനെ മുലയൂട്ടും. പോവുക, ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു. ആ പെൺകുട്ടി പോയി ശിശുവിൻ്റെ അമ്മയെ വിളിച്ചു. ഫറവോയുടെ പുത്രി അവളോട് പറഞ്ഞു, ഈ ശിശുവിനെ കൊണ്ടുപോയി എനിക്ക് വേണ്ടി മുലയൂട്ടുക. ഞാൻ നിന്റെ ശമ്പളം തന്നുകൊള്ളാം. ആ സ്ത്രീ ശിശുവിനെ സ്വീകരിച്ച് അവനെ മുലയൂട്ടി. ശിശു വളർന്നപ്പോൾ അവൾ അവനെ ഫറവോയുടെ പുത്രിയുടെ പക്കൽ കൊണ്ടുചെന്നു. അവൻ അവൾക്ക് പുത്രനായി. ഞാൻ അവനെ വെള്ളത്തിൽ നിന്ന് എടുത്തതുകൊണ്ട് എന്നു പറഞ്ഞ് അവൾ അവന് മോശ എന്നു പേരിട്ടു. മോശ വളർച്ചയെത്തിയ ആ ദിനങ്ങളിൽ തൻ്റെ സഹോദരങ്ങളുടെ അടുത്തേക്ക് ചെല്ലാനും അവരുടെ കഠിന ജോലികൾക്ക് ദൃക്സാക്ഷിയാകാനും ഇടയായി. സ്വന്തം സഹോദരരിൽപ്പെട്ട ഒരു ഹെബ്രായനെ ഒരു ഈജിപ്തുകാരൻ പ്രഹരിക്കുന്നതും അവൻ കണ്ടു. അവൻ അപ്പുറമിപ്പുറം തിരിഞ്ഞ് ഒരാളുമില്ലെന്ന് കണ്ടപ്പോൾ ആ ഈജിപ്തുകാരനെ കൊന്ന് മണലിൽ മറവു ചെയ്തു. 2-ാം ദിവസം അവൻ പുറത്തിറങ്ങിയപ്പോൾ ഇതാ, ഹെബ്രായരായ 2 ആളുകൾ ശണ്ഠ കൂടുന്നു. അക്രമിയോട് അവൻ ചോദിച്ചു, നീ എന്തിനാണ് നിന്റെ അയൽക്കാരനെ പ്രഹരിക്കുന്നത്? അപ്പോൾ അവൻ ചോദിച്ചു, ആരാണ് നിന്നെ ഞങ്ങളുടെ മേൽ അധികാരിയും ന്യായാധിപനുമായി നിയമിച്ചത്? ഈജിപ്തുകാരനെ കൊന്ന പോലെ എന്നെയും കൊല്ലാനാണോ നീ ഉദ്ദേശിക്കുന്നത്? അപ്പോൾ മോശ ഭയപ്പെട്ടു. അവൻ ആത്മഗതം ചെയ്തു, അക്കാര്യം പരസ്യമായിരിക്കുന്നു, തീർച്ച. ഫറവോ ഇക്കാര്യം കേട്ടപ്പോൾ മോശയെ വധിക്കാൻ ഉദ്യമിച്ചു. പക്ഷേ മോശ ഫറവോയുടെ മുമ്പിൽ നിന്ന് ഒളിച്ചോടി മിദിയാൻ ദേശത്ത് വസിച്ചു. അവൻ കിണറ്റിൻകരയിൽ ഇരുന്നു. മിദിയാനിലെ പുരോഹിതന് 7 പെൺമക്കളുണ്ടായിരുന്നു. തങ്ങളുടെ പിതാവിൻ്റെ ആടുകൾക്ക് കുടിക്കാൻ കൊടുക്കാനായി അവർ വന്ന് തൊട്ടികളിൽ വെള്ളം കോരി നിറയ്ക്കുമ്പോൾ ആട്ടിടയന്മാർ വന്ന് അവരെ ആട്ടിപ്പായിച്ചു. എന്നാൽ മോശ എഴുന്നേറ്റ് അവരെ രക്ഷിക്കുകയും അവരുടെ ആടുകളെ വെള്ളം കുടിപ്പിക്കുകയും ചെയ്തു. അവർ തങ്ങളുടെ പിതാവായ റബുവേലിൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ ചോദിച്ചു, നിങ്ങൾ ഇന്ന് നേരത്തെ വരാൻ ഇടയായതെങ്ങനെ? അവർ പറഞ്ഞു, ഈജിപ്തുകാരനായ ഒരാൾ ഞങ്ങളെ ഇടയന്മാരുടെ കയ്യിൽ നിന്ന് മോചിപ്പിച്ചു. ഞങ്ങൾക്ക് വേണ്ടി വെള്ളം കോരുക പോലും ചെയ്ത് അയാൾ ആടുകളെ കുടിപ്പിച്ചു. അവൻ തൻ്റെ പുത്രിമാരോട് ചോദിച്ചു, എന്നിട്ട് അയാൾ എവിടെ? ഇതെന്താ നിങ്ങൾ അയാളെ ഉപേക്ഷിച്ചു പോന്നത്? ഭക്ഷണം കഴിക്കാനായി അയാളെ ക്ഷണിക്കുവിൻ. അങ്ങനെ മോശ അവനോടൊപ്പം താമസിക്കാൻ സമ്മതിച്ചു. അവൻ തൻ്റെ മകൾ സിപ്പോറായെ മോശയ്ക്ക് നൽകി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. ഞാൻ അന്യനാട്ടിൽ പ്രവാസിയായിരിക്കുന്നു എന്ന് പറഞ്ഞ് മോശ അവന് ഗർഷോം എന്നു പേരിട്ടു. ആ നീണ്ട നാളുകൾക്കിടയിൽ ഈജിപ്തു രാജാവ് മരിച്ചു. അടിമത്തം മൂലം ഇസ്രായേല്യർ നെടുവീർപ്പിട്ടു. അവർ നിലവിളിച്ചു. അടിമത്തം മൂലമുള്ള അവരുടെ മുറവിളി ദൈവത്തിങ്കലേക്കുയർന്നു. ദൈവം അവരുടെ ദീനരോദനം ശ്രവിച്ചു. അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടുമുള്ള തൻ്റെ ഉടമ്പടി ദൈവം ഓർത്തു. ദൈവം ഇസ്രായേല്യരെ കടാക്ഷിച്ചു. അവരുടെ ദൈന്യം അറിയുകയും ചെയ്തു.